ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി സോഫ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായാണ്. ഇതിനായി മിക്സിയുടെ ഒരു ജാർ എടുത്ത ശേഷം അതിനകത്തേക്ക് 1 കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 240 ml മെഷറിംഗ് കപ്പിലാണ് ചോറ് എടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1/4 കപ്പ് അളവിൽ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പച്ചവെള്ളം തന്നെയാണ് ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഗ്രൈൻഡ് ചെയ്തെടുത്തിരിക്കുന്ന ബാറ്റർ ഞാനിവിടെ ഒരു ബൗളിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ബൗളിനകത്തേക്ക് ചേർത്തതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് 2 കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ ആദ്യം 1 കപ്പ് മൈദ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ മൈദ ആ ബാറ്ററിൽ നന്നായിട്ട് മിക്സാക്കി കിട്ടിയതിന് ശേഷം മാത്രമാണ് ഞാൻ അടുത്ത കപ്പ് മൈദ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ കൂടുതൽ ടേസ്റ്റ് തോന്നിയത് എനിക്ക് മൈദ കൊണ്ടുണ്ടാക്കുമ്പോഴാണ്. പിന്നീട് ബാക്കിയുള്ള മൈദാമാവ് കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയിലും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പക്ഷേ കൂടുതൽ ടേസ്റ്റിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മൈദ കൊണ്ടുണ്ടാക്കുന്ന സമയത്താണ്. അപ്പോൾ മൈദ മുഴുവനായി ഇതിനകത്തേക്ക് ചേർത്ത ശേഷം കൈ ഉപയോഗിച്ച് ഞാനിതിവിടെ ബാക്കി നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന മാവിനേക്കാൾ കുറച്ചുകൂടി ലൂസായ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന വെള്ളം ഇതിന് കറക്റ്റായിരുന്നു. അപ്പോൾ പിന്നീട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഇതിന് മുകളിലായിട്ട് ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൈ കുഴയ്ക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടുന്ന ഒരു തോന്നുകയാണെങ്കിൽ കുറച്ച് ഓയിൽ ചേർത്തിട്ട് കുഴച്ചെടുത്താലും മതി. ഇനി നമുക്ക് ഇപ്പോൾ തന്നെ ഇത് പരത്തിയെടുക്കാവുന്നതാണ്. അതിനായി ഞാനിവിടെ ഒരു ചപ്പാത്തി പലകയ്ക്ക് മുകളിലായിട്ട് മാവ് ചേർത്തതിന് ശേഷം 2ആയി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് പരത്തിയെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു കട്ടിംഗ് ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് കുറച്ച് പൊടി ഡസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ ഞാൻ റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നീളത്തിൽ റോൾ ചെയ്തെടുക്കേണ്ടത് കൊണ്ടാണ് ഞാനിവിടെ കട്ടിംഗ് ബോർഡിൽ വെച്ച് റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായി റോൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പരത്തിയെടുക്കുന്ന സമയത്ത് അധികം തിന്നായി പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന ആ ഒരു കനത്തിലാണ് ഞാനിവിടെ ഇത് പരത്തിയെടുത്തിരിക്കുന്നത്. പിന്നീട് ഞാനിവിടെ ഒരു പാത്രത്തിനകത്തേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് അതിനകത്തേക്ക് കുറച്ച് മൈദ ചേർത്ത് ഒന്ന് കലക്കിയെടുത്തിരുന്നു. അതാണ് ഇതിന് മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതിന് മുകളിലായി ചേർത്തതിന് ശേഷം കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഓയിലിൽ മൈദ ചേർക്കുന്നതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലോർ ചേർത്തിട്ടും ഇങ്ങനെ ഡസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ലെയറായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം സൈഡിൽ നിന്നും നമുക്കിത് ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ സൈഡിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ രീതിയിൽ റോൾ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ചെറുതായി ഈ രീതിയിൽ ഞാനിതിവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് കൂടിയ വലുപ്പത്തിലാണ് നിങ്ങൾക്ക് പൊറാട്ട ഉണ്ടാക്കേണ്ടതെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായി കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു പ്ലേറ്റ് എടുത്ത് അതിനകത്തേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണ് അതിന് മുകളിലായിട്ട് ഇത് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ കട്ടിങ്സും ഞാൻ ഈ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കയ്യിൽ ഓയിൽ തടവിയതിന് ശേഷം പ്രസ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉടനെ തന്നെ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റോളർ ഉപയോഗിച്ചിട്ടും പരത്തിയെടുക്കാം. ഞാനിവിടെ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം കൈകൊണ്ട് തന്നെയാണ് നൈസായിട്ട് പരത്തിയെടുക്കുന്നത്. അപ്പോൾ കൈ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ രീതിയിൽ നല്ലതായിട്ട് നേർമയായിട്ട് തന്നെ പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ 2 എണ്ണം പരത്തിയെടുത്തതിന് ശേഷമാണ് അടുപ്പിൽ വെച്ച് ചുട്ടെടുക്കുന്നത്. അപ്പോൾ അടുത്ത കട്ടയും ഞാൻ ഇതേ രീതിയിൽ തന്നെ കൈവച്ച് നന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ കൈകൊണ്ട് നിങ്ങൾ പരത്തിയെടുക്കുന്ന സമയത്ത് കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം വേണം നന്നായിട്ട് പരത്തിയെടുക്കാൻ. അപ്പോൾ പിന്നീട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്കാണ് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഇത് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിന് മുകളിലായിട്ട്
കുറച്ച് ഓയിൽ കുറച്ച് കൂടുതൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ല സോഫ്റ്റായി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ പാനിലേക്ക് ഇത് ചേർക്കുന്ന സമയത്ത് കുറച്ച് ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം വേണം ഇത് വെച്ച് കൊടുക്കാൻ. അതിനുശേഷം തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഈ മൈദയെല്ലാം കുക്കാവുന്ന സമയം വരെ നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറാക്കാൻ പറ്റും. നമുക്ക് എപ്പോഴും ഗോതമ്പിൻ്റെ ചപ്പാത്തിയെല്ലാം കഴിച്ചു മടുക്കുന്ന സമയത്ത് ഈ രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ളത് കൂടെ ഇതേ രീതിയിൽ തന്നെ പരത്തി അതിന് ശേഷം ഞാനിവിടെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മുട്ടക്കറിയുടെ കൂടെയും അതുപോലെ തന്നെ ചിക്കൻ കറിയുടെ കൂടെയും എല്ലാം പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ കൂടിയായിരിക്കും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു പൊറോട്ടയുടെ റെസിപ്പിയാണിത്. നിങ്ങളിതുവരെ വീട്ടിലിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് രണ്ട് ഭാഗത്തും കുറച്ച് ഓയിൽ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടുള്ള ടെക്സ്ചറിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മുട്ടക്കറിയുടെ കൂടെയും അതുപോലെ ചിക്കൻ കറിയുടെ കൂടെയും എല്ലാം കഴിക്കാവുന്നതാണ്. അതിനുശേഷം ഞാനിത് ചൂടോടെ കൂടെ തന്നെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൊറാട്ടയെ പോലെ തന്നെ നല്ല ലെയറായിട്ട് തന്നെ ഇത് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്കി വന്ന ചോറെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഈ രീതിയിലെല്ലാം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.